കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ. എല്ലാരും ഒന്ന് കേട്ടോണം. സൂര്യൻ ഇരുളായും കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ. ഏതായി കർത്താവിന്റെ നാൾ? സ്തോത്രം. ആത്മീയ ഭാഷയിൽ ഇത് പറയുന്നത് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാളിന് ഏതാ വരാനുള്ളത്? ഒന്ന് വന്നു യാഗമായി. ഇനി വരാനുള്ളത് ഏതാ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതായിരുന്നു എന്ന് പറഞ്ഞേ. ഏത് കൂരാപാതനത്തേക്ക് കിടന്നുറങ്ങി എഴുന്നേറ്റാലും വിളിച്ചേ ഇന്നെ കല്യാണം എന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞമ്മോട് ചോദിക്കട്ടെ ആരെങ്കിലും പറയുമോ? കല്യാണത്തിന്റെ ഡേറ്റ് ആരെങ്കിലും മറക്കുമോ? ഇല്ല. എങ്കിൽ കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ കാര്യമാ. വായിച്ചേ. കുഞ്ഞാടിന്റെ കല്യാണത്തിന് മുമ്പേ അടുത്തത് കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ. സൂര്യൻ ഇരുളായും. രണ്ട് സംഭവം. ചന്ദ്രൻ രക്തമായും മാറി. 2800 വർഷം മുമ്പ് പറഞ്ഞേ. കുഞ്ഞാടിന്റെ കല്യാണമാകുന്ന ദിവസം വരുന്നതിന് മുമ്പേ സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തമായി മാറും. പണ്ടൊക്കെ പറയാ എന്തായി പറയുന്നത് കേട്ടുകൊള്ളുക. ഏറ്റവും പ്രധാനം ഈ വർഷം അടുത്ത ആഴ്ച ഏപ്രിലാ. അമേരിക്കയിലെ ഏറ്റവും വലിയ ശാസ്ത്ര ശൃംഖലയുടെ പേരാ നാസ. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ ആളെ വിടാനും പോകുന്ന പുള്ളികൾ നാസ, നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അവരാണ് ഈ അന്തരീക്ഷം മുഴുവൻ പഠിക്കുന്നത്. അവർ വെളിപ്പെടുത്തിയ നിങ്ങൾ കമ്പ്യൂട്ടറിലോട്ട് നോക്കിക്കേ. അമേരിക്കൻ സുവിശേഷ പ്രസംഗനായ ജോൺ ഹഗ്ഗി കരഞ്ഞ് വിളിച്ചു പറയുന്നു. അവർ വെളിപ്പെടുത്തിയത് 2014 അടുത്ത മാസം ഏപ്രിൽ 16 2016 സെപ്റ്റംബർ 16 ഇടയ്ക്ക് ഈ ചന്ദ്രൻ രക്തചന്ദ്രനായി മാറും. അതിനവരിട്ട പേരാ ബ്ലഡ് മൂൺ. ഒരു ഹെഡിങ് തന്നെയുണ്ട്, ബ്ലഡ് മൂൺ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ചന്ദ്രൻ ഉണ്ടല്ലോ, ഈ പൂനിലാവ് തരുന്ന ചന്ദ്രൻ 2014 ഏപ്രിൽ 16 സെപ്റ്റംബർ 16 ഇടയ്ക്ക് രക്തചന്ദ്രനായി മാറുമെന്ന് പറയുമ്പോൾ യഹോവയുടെ ദിവസം വരുന്നതിന് മുൻപേ ചന്ദ്രൻ രക്തമാകുമെങ്കിൽ യഹോവയുടെ ദിവസം വരും. അടുത്തത് സൂര്യൻ ഇരുണ്ടു പോകും. ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സോളാർ ശാസ്ത്രജ്ഞന്റെ പേരാണ് മിസ്റ്റർ ഫ്രാങ്ക് ഹിൽ. ഇന്ന് ജീവിച്ചിരിക്കുന്നു. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബെർക്ക്ലി ക്യാമ്പസിലാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാനം. അദ്ദേഹം പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞത് മലയാളം പത്രത്തിൽ പോലും വന്നു. ഈ ചൂടിങ്ങനെ തുടർന്നാൽ, ഈ ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെ തുടർന്നാൽ, ഇത് 2014 10 വർഷം കഴിയുമ്പോൾ 2024 ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷ പറയാം, ഈ സൂര്യൻ ഒരു ദീർഘനിദ്രയ്ക്ക് പോകും. ഈ സൂര്യൻ ഉദിക്കത്തില്ല. ഈ സൂര്യൻ ഒരു ദീർഘനിദ്രയ്ക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2024 അദ്ദേഹത്തിന്റെ 2024 ശാസ്ത്രമാ. മുന്നോട്ടോ പുറകോട്ടോ വന്നേക്കാം. മുന്നോട്ടോ പുറകോട്ടോ വരാത്തൊരു കണക്ക് തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം പഠിക്കുമ്പോൾ കാണാം, നിങ്ങളും ഞാനും രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന് ശേഷം കൃത്യം 3.5 വർഷം കഴിയുമ്പോൾ കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിക്കും. വായിക്കാം, വെളിപ്പാട് 6:12 വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. മനസ്സിലിരുന്നോണം, ആ ഭൂകമ്പം ഒരു വലിയ ഭൂകമ്പം വരും. എന്നാ സംഭവിക്കുന്നത് പിന്നെ പറയാം. ആ ഒരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. നോക്കിക്കെ, ചേർത്ത് പഠിച്ച 2 വേർഷൻ, 2 ഭാഷ. ശാസ്ത്രജ്ഞൻ പറയുന്നു സൂര്യൻ മരിച്ചു പോകുമെന്നല്ല, സൂര്യൻ ഉദിക്കത്തില്ല, ഉറങ്ങാൻ പോകും. തിരുവചനം പറയുന്നു സൂര്യൻ കരിമ്പടം പോലെ കറക്കുവതിന്റെ പ്രകാശം അടിക്കത്തില്ല. അതിന് 3.5 വർഷങ്ങൾക്ക് മുൻപേ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. 2013 ശാസ്ത്രീയ കണ്ടുപിടുത്തം പേപ്പറിലൊക്കെ വന്നതാ. 2 ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം കണ്ടുപിടിച്ചു. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ പീറ്റർ W. വിങ്സ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ബെൽജിയക്കാരൻ ഫ്രാങ്കോയിസ് എൻഗ്ലർട്ട്.
ഫ്രാൻകോയിസ് എൻഗ്ലട്ട് രണ്ടുപേരും കൂടെ എന്നാ കണ്ടുപിടിച്ചെന്നറിയാവോ? ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ കണ കണ്ടുപിടിച്ച് അതിന്റെ പേര് ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവഗണം. അവർ കണ്ടുപിടിച്ചു. എല്ലാ വ്യാപാരത്തിലും ദൈവഗണം, ദൈവം ഈ ഭൂമിയെ എങ്ങനെ സൃഷ്ടിച്ചെന്ന് കണ്ടുപിടിച്ചു. അതിനിട്ട പേര് ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവഗണം. ഞാൻ ആ വിശദത്തിലേക്ക് പോകുന്നില്ല, ബൈബിളിലുണ്ടത്. അവർക്ക് കഴിഞ്ഞ വർഷം നോബൽ സമ്മാനം കിട്ടി. ഒക്ടോബറിൽ കണ്ടുപിടുത്തത്തിന്റെ നോബൽ സമ്മാനം കിട്ടി. അത്ര ലോകത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനമാണ് നോബൽ സമ്മാനം. അത് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടി. സയന്റിഫിക് ശാസ്ത്രത്തിന്റെ നോബൽ സമ്മാനം രണ്ടുപേരും വീതിച്ചെടുത്തു കഴിഞ്ഞ ഒക്ടോബറിൽ. നമ്മുടെ വിഷയം നിരവധി ശാസ്ത്രജ്ഞന്മാർ ഈ കഴിഞ്ഞ വർഷം ക്രിസ്മസ് ആഘോഷിച്ചില്ല. ഡിസംബർ 25 ക്രിസ്മസ്. അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു മൂഡ് വന്നില്ല. കാരണം ക്രിസ്മസിന് 10 ദിവസം മുമ്പ് വേറൊരു കണ്ടുപിടുത്തം ഈ പീറ്റർ ഡബ്ല്യു വിങ്സും ഫ്രാൻകോയിൻ എൻഗ്ലട്ടും കൂടെ കണ്ടുപിടിച്ച ഗോഡ്സ് പാർട്ടിക്കിളിന്റെ ചുവട് പിടിച്ച് മറ്റൊരു ശാസ്ത്രജ്ഞൻ ഒരു പരിപാടി നടത്തി കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രെഡറിക് ജീൻ കോൾഡിംഗ് കോൾഡ്. ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റിയിലെ സീനിയർ പ്രൊഫസറാ ഫ്രെഡറിക് ജീൻ കോൾഡിംഗ് കോൾഡ്. കണ്ടുപിടിച്ചത് കേൾക്കണോ? ഈ പ്രപഞ്ചം അഭൂതപൂർവമായ ചൂടിനാൽ ചുരുങ്ങുന്നു. അടുത്തത് കേട്ടോണം. ഇത് ചുരുങ്ങി അടുത്ത ഭാവിയിൽ അതിന്റെ ആക്ഷൻ ഈ ഭൂമിക്കിട്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ബാക്കി പറയാം. 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ഭൂമി, 700 കോടി ജനം ഇന്ന് വസിക്കുന്ന ഈ ഭൂമി, ഇന്ത്യ ഉൾപ്പെടെ 197 രാജ്യങ്ങളുള്ള ഈ ഭൂമി, ഒരു സെന്റിന് 8, 10, 20 ലക്ഷം രൂപ വില കൊടുത്ത് മേടിക്കുന്ന ഈ ഭൂമി, 100, 120 നിലയിൽ കെട്ടിടം ഉയർത്തി വച്ചിരിക്കുന്ന ഈ ഭൂമി അടുത്ത ഭാവിയിൽ കത്തിത്തീർന്നിട്ട് ഒരു സഹോദരിമാരുടെ ഭാഷ പറഞ്ഞാൽ അവലോസുണ്ടയുടെ വലിപ്പത്തിലുള്ള ഒരു തീയുണ്ടയാകും. അദ്ദേഹം പറയുന്ന വലിപ്പം അതൊന്നുമല്ല, അതിനൊക്കെ താത്ത. നിങ്ങളുടെ ഭാഷ ഞാൻ പറയുക, അവലോസുണ്ടയുടെ വലിപ്പത്തിലുള്ള ഒരു തീയുണ്ടയായി ഈ ഭൂഗോളം മാറുമെന്ന് പറഞ്ഞപ്പം ശാസ്ത്രജ്ഞന്മാർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ മൂടില്ല. എന്നാൽ അവരത് പറയുമ്പം വചനമറിയാവുന്ന ദൈവമക്കളും ദൈവദാസന്മാർക്ക് ഒരു ഭയവുമില്ല. അവര് പറയും ഞങ്ങൾക്കിത് പണ്ടേ അറിയാം. പത്രോസ്ലീഗ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. 2 പത്രോസ് 3:10. മത്സ്യബന്ധനം നടത്തി ജീവിച്ച സാമാന്യ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന പത്രോസ് ആത്മാവിന്റെ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ ഇന്നത്തെ ലോകത്തിന് വേണ്ടി എഴുതി, ഈ ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. അതാണ് അന്ത്യകാലം വന്നപ്പോൾ ജീൻ ഫ്രെഡറിക് കോൾഡിംഗ് കോൾഡ് കണ്ടുപിടിച്ചു. ശാസ്ത്രം അംഗീകരിച്ചെങ്കിൽ അതിനു മുമ്പ് ദൈവം നമ്പുരാൻ ഒരു ഒഴിച്ചുമാറ്റൽ നടത്തണം. ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവർ ഓടിയെത്തുന്ന സ്ഥലം, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന 3 മതങ്ങളുടെ സംഗമമാണ് പലസ്തീൻ. യഹൂദമതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം. ക്രൈസ്തവർ പറയുന്ന ഹോളി ലാൻഡ്. അവിടെ പോയാൽ 2 സ്ഥലം കാണാതെ ആരും വരത്തില്ല. ഒന്ന് കാൽവറി, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച സ്ഥലം. 2 സ്വർഗാരോഹണം ചെയ്ത സ്ഥലം ഒലിവുമല. അതുകൊണ്ടാണ് അവിടെ വരുന്ന ആളുകളുടെ താമസത്തിനും സാമ്പത്തിക നേട്ടത്തിനും സുപ്രസിദ്ധ ഫ്രഞ്ച് കമ്പനി ഒലിവുമലയുടെ ഒരു സൈഡ് മുഴുവൻ വിലയ്ക്ക് മേടിച്ചു. അന്നത്തെ കണക്ക് 9 നിലയിൽ ഒരു കെട്ടിടം വെക്കാൻ, സഞ്ചാരികൾക്ക് താമസിക്കാനും ഒലിവുമല കാണാനും സ്ഥലം മേടിച്ചു. 9 നിലയിൽ ഒരു പ്ലാൻ ഇട്ടത് 18 നില വരെ അവർക്കാകണം. അതിനുവേണ്ടി ജിയോളജിക്കൽ എഞ്ചിനീയേഴ്സിനെ വിട്ടു. എത്ര അടി വരെ താക്കണം സർവേ ചെയ്യാൻ പറഞ്ഞു. അവർ ജിയോളജിക്കൽ സർവേ ചെയ്തിട്ട് ഫ്രാൻസുകാരോട് രഹസ്യമായിട്ട് പറഞ്ഞു, അഡ്വാൻസ് കൊടുത്ത പൈസ കിട്ടുമെങ്കിൽ മേടിച്ച് മാറിക്കൂ, ഇവിടെ ഒരു കെട്ടിടവും വെക്കരുത്, ഇതിനടിയിൽ ഭയങ്കരമായ ഇരച്ചിൽ കേൾക്കുന്നു, ഇതേത് സമയത്തും പിളരും. ഇത് 998 നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. എങ്കിൽ 2600 വർഷം മുമ്പ് സക്രിയ പ്രവാചകൻ പറഞ്ഞു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 14:4, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയിട്ട് പിളരും, ഒരു താഴ്വര വരും, അവിടെ എന്റെ പ്രിയൻ ഞാൻ നിങ്ങൾ ഇറങ്ങി വരാൻ, അവിടെ അതിനടിയിലും ഹല്ലേലൂയ എരമ്പൽ കേൾക്കുന്നെങ്കിൽ അതിന് 7 വർഷം മുമ്പ് എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഈ തലമുറയിൽ